അതിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നമസ്കാരം. കേവോട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടം മറ്റൊന്നുമല്ല, വട്ടിയൂർക്കാവാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഏറ്റവും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ്. കേരളത്തിലെ 139 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു രാഷ്ട്രീയം പറയുന്ന, മറ്റൊരു വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മണ്ഡലം എന്നതുകൂടിയാണ് വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലം. വോട്ടർമാരിൽ വലിയൊരു ശതമാനം സർക്കാർ ജീവനക്കാർ, മധ്യവർത്തിയിലുള്ള ആളുകൾ, ഇങ്ങനെ നഗര വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഏറെ പ്രത്യേകതകളുള്ള മണ്ഡലം എന്നതാണ് വട്ടിയൂർക്കാവിന്റെ ചുരുക്കം. അരുണേ, അത് തന്നെയല്ലേ വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത? തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് അത് തന്നെയാണ്. ഒരു ചെറിയൊരു ഭാഗം ഗ്രാമീണ മേഖല, അത് ഈ കരകുളം പഞ്ചായത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ടെങ്കിൽ പോലും ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മറ്റൊരു പ്രത്യേകത, വട്ടിയൂർക്കാവ് ഏത് മുന്നണിയും ഭരിക്കാൻ തയ്യാറായ ആ ഒരു മനസ്സുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ദീർഘനാൾ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജി കാർത്തികൻ ഉൾപ്പെടെയുള്ള ഇതിന്റെ പഴയ രൂപത്തിൽ നോർത്തിൽ ജി കാർത്തികൻ ഉൾപ്പെടെ MLA ആയിരുന്നു. ഹാട്രിക് വിജയം എം വിജയകുമാർ എന്ന അന്ന് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം വിജയകുമാർ, അങ്ങനെ വിജയിച്ച ഒരു മണ്ഡലം. അതിനുശേഷം വട്ടിയൂർക്കാവ് ആകുമ്പോൾ അവിടെ K മുരളീധരൻ ആദ്യ പ്രതിനിധിയായി വരുന്നു. വീണ്ടും 2014 അദ്ദേഹം വിജയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മുരളീധരൻ വടകരയിലേക്ക് പോകുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ ഇപ്പോഴത്തെ MLA VK പ്രശാന്ത് പിടിച്ചെടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷം നിലനിർത്തി. അങ്ങനെ BJP-ക്ക് 2ാം സ്ഥാനം തുടർച്ചയായി നൽകിയിട്ടുള്ള മണ്ഡലമാണ്. BJP-യും മാറ്റി നിർത്തുന്ന മണ്ഡലമല്ല. വലിയ പ്രതീക്ഷ BJP-ക്ക് നൽകാനുള്ള കാരണവും അതുതന്നെയാണ്. അങ്ങനെ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള വലിയ വലിയ സ്വപ്നങ്ങളുള്ള മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. അതിന്റെ സ്വഭാവം പലപ്പോഴും പല തരത്തിലുമാണ്. യെസ്, അതാണ് ചിത്രം. അപ്പോൾ ഇത്തവണ 2026 നിയമസഭാ പോരിന് ഒരുങ്ങുമ്പോൾ ഒരിടത്ത് K മുരളീധരനുണ്ട്, VK പ്രശാന്ത് ഉണ്ട്, മറ്റൊന്ന് R ശ്രീലേഖയാണ്. എന്തുകൊണ്ടും വട്ടിയൂർക്കാവിന്റെ ജനവിധി കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്ന് ഉറപ്പമാണ്. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഈ നഗരത്തിന്റെ ഭാഗമായ, ഈ മണ്ഡലത്തിന്റെ ഭാഗമായ ഒരിടത്താണ് നിൽക്കുന്നത്. നോക്കൂ, ഞങ്ങൾക്ക് പിന്നിൽ AKGയുടെ പ്രതിമയുണ്ട്. കേരളത്തിന്റെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒരാൾരൂപം, അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സുപ്രധാനമായ ഒരു ഇടം കൂടിയായി ഇത് മാറുകയാണ്. എന്തായാലും വട്ടിയൂർക്കാവിന്റെ ജനവികാരം, അതിന്റെ സാഹചര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ വോട്ടർമാരും സാധാരണ പ്രവർത്തകരുമായും പങ്കിടാൻ ശ്രമിക്കുന്നത്. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം, വരുൺ, തൊട്ടു മുമ്പ് കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതാണ്. ആ പോരാട്ട ചിത്രം എന്തായിരുന്നു വട്ടിയൂർക്കാവിലേത്? യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്, BJP-ക്ക്, LDF-ന് പ്രതീക്ഷ നൽകുന്ന എന്തൊക്കെ കണക്കാണ് ഇവിടുത്തെ? എന്തുകൊണ്ട് വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കാൻ വന്നു എന്ന് തന്നെ ആദ്യം പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം 2 തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും CPM വിജയിച്ച മണ്ഡലത്തിൽ അവിടെ ഒരു ഫൈറ്റിന് വേണ്ടി മുരളീധരൻ വരണമെങ്കിൽ അതിന് അദ്ദേഹം ഒരു കളമൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ പ്രതീക്ഷകളുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ചുമതലയായിരുന്നു മുരളീധരന്. അദ്ദേഹം അതൊരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട്, ഒരു പരീക്ഷാശാലയായി കോർപ്പറേഷൻ ശേഷം കണ്ടു എന്ന് കരുതുന്നത് ഏറെയാണ്. അവിടെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റമാണ്. 9 വാർഡുകളിൽ കോൺഗ്രസ് ജയിക്കാനായി. CPM ആകട്ടെ 4 വാർഡിൽ ഒതുങ്ങി. BJP 11 വാർഡ്. സ്വാഭാവികമായും ഭരണം പിടിക്കാൻ അവർക്ക് സഹായിച്ച വട്ടിയൂർക്കാവ് കൂടിയാണ് 11 വാർഡുകളുണ്ടെങ്കിൽ പോലും 9 വാർഡുകളിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറിയത് തന്നെയാണ് മുരളീധരൻ. ഒരു വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുക്കുന്നത്. ഇപ്പോഴും വലിയ ചർച്ചകളുണ്ട്. മുരളീധരൻ എന്തിനും ഇവിടെ വരണം? തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാമായിരുന്നു, വടക്കോട്ട് എവിടെയെങ്കിലും പോയി സുരക്ഷ മണ്ഡലം തേടാമായിരുന്നു. പക്ഷേ മുരളിക്ക് വലിയ പ്രതീക്ഷ നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റമാണ്. CPM-ന്റെ പ്രതീക്ഷ VK പ്രശാന്ത് എന്ന ജനപ്രതിനിധിയിലാണ്. CPM വിരുദ്ധ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിയുള്ള അയലത്തെ വീട്ടിലെ പയ്യൻ, നമ്മുടെ സ്വന്തം പയ്യൻ എന്നൊക്കെ ഒരു ഇമേജുള്ള പഴയ മേയർ ബ്രോ, ആ പ്രതീക്ഷ. BJP-ക്ക് അവർക്ക് അടിസ്ഥാന വോട്ടുകൾ നേരത്തെ തന്നെയുള്ള ഒരു മണ്ഡലം, 2 തവണ രണ്ടാമത്തെ മണ്ഡലം, അത് BJP-യും ആ ഒരു പ്രതീക്ഷയ്ക്ക് അവരെയും കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഏതായാലും അതുതന്നെയാണ് മണ്ഡലത്തെ തീർത്തും അപ്രവചനീയമായി മാറ്റുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഞങ്ങൾ ഇവിടെ ഈ വോട്ടർമാരുമായും പ്രവർത്തകരുമായും സംവാദിക്കാൻ വരുമ്പോൾ തന്നെയാണ് K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം ഇതിലെ കടന്നു പോവുകയാണ്. വലിയ ആംബിയൻസ് ആണ് മുരളീധരനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. കാരണം MP സ്ഥാനം അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ തൃശൂരെ അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ നീതി ലഭിച്ചില്ല തനിക്ക് പാർട്ടിക്കുള്ളിൽ എന്ന് വിശ്വസിക്കുന്ന മുരളീധരന്
തിരിച്ചുവരവിന് വേദിയൊരുക്കിയ വലിയ ആലോചനകൾക്കൊടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ വട്ടിയൂർക്കാവ് ഇത്തവണ മുരളീധരനെ തുണയ്ക്കുമോ എന്ന വലിയ പ്രസക്തമായ ചോദ്യത്തിന് കൂടി ഉത്തരമുണ്ട്. മുരളീധരന്റെയും ഒപ്പം 3 സ്ഥാനാർത്ഥികളുടെയും മറ്റ് 2 സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾ കൊടുക്കുകയാണ്. നമുക്ക് എന്തായാലും ഞങ്ങൾക്കൊപ്പമുള്ളത് വട്ടിയൂർക്കാവിലെ വലിയൊരു വോട്ടർമാര്, സാധാരണ പാർട്ടി പ്രവർത്തകരുമാണ്. എന്താണ് വട്ടിയൂർക്കാവിന്റെ പൊതുവായ ജനവികാരം, എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ഞങ്ങള് വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച്, ആർ ഷീലയെ സംബന്ധിച്ച്, വി കെ പ്രശാന്തിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയത്തിൽ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലെ ഒരു നിർണായക തെരഞ്ഞെടുപ്പാണെന്നതാണിത്. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ്. പൊതുവിൽ ഈ മണ്ഡലം കേരളത്തിന്റെ ബാക്കി 139 ഇടങ്ങളെക്കാൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരിടമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണോ? കേരളത്തിന്റെ അതേ പരിച്ഛേദം തന്നെയാണോ ഇവിടെയും? ഇല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ചർച്ച വികസനത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായി, സത്യത്തിൽ 6 വർഷം മുമ്പ് വി കെ പ്രശാന്ത് MLA ആവുന്ന ഘട്ടത്തിൽ ഈ മണ്ഡലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. റോഡുകൾ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വികസനത്തിന് വേണ്ടി കേഴുന്ന ജനം. സത്യത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 വർഷത്തിലേറെ കാലം സമരം നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ ദാഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ മികച്ച നിലയിൽ മേയർ എന്ന നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ MLA തെരഞ്ഞെടുക്കപ്പെടുകയും MLA ആയി മാറുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ ആ ഘട്ടത്തിൽ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച നഗരത്തെ എങ്ങനെ മുന്നോട്ട് നയിച്ചു പോകും, അതേ നിലയിൽ നമ്മുടെ മണ്ഡലത്തെ മുന്നോട്ട് നയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ആ പ്രതീക്ഷ നമുക്ക് സാർത്ഥകമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മണ്ഡലം, ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്ന MLA തുടർന്ന് അധികാരത്തിൽ എത്തിക്കണം എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിൽ ചർച്ച പുരോഗമിക്കുന്നത് എന്നാണ് എന്റെ. നമ്മൾ ഈ കേരള രാഷ്ട്രീയം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചിലയിടങ്ങളിൽ MLAയുടെ വികസനവും പ്രവർത്തനവും വിലയിരുത്തും. പക്ഷേ അതിനുമപ്പുറം സംസ്ഥാന രാഷ്ട്രീയം എന്താണെന്നൊരു പ്രതിഫലനം കൂടി വരുമല്ലോ. ആ ഒരു പ്രതിഫലനം വട്ടിയൂർക്കാവിലുണ്ടോ എന്നും കൂടി പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയവും വട്ടിയൂർക്കാവിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും വളരെ. കാരണം പ്രധാനപ്പെട്ട നേതാവ് മുരളീധരനെ പോലെ നേതാവ് മത്സരിക്കുമ്പോൾ തന്നെ, വി കെ പ്രശാന്തിനെ പോലെ 2 തവണ MLA ആൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഉറപ്പാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ മുരളീധരൻ ശരിക്കും ഈ മണ്ഡലത്തെ ഇട്ടിട്ട് പോയ ആളെന്നൊരു വിമർശനം പലപ്പോഴും CPM നേതാക്കളൊക്കെ ഉന്നയിക്കാറുണ്ട്. അദ്ദേഹം കാരണം ഒരു MLA ആയിരിക്കുമ്പോഴാണ് മണ്ഡലം വിട്ട് വലിയ സ്വപ്നങ്ങൾ തേടി വടകരയിലേക്ക് പോയതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മേയറായ ആള് ആ നഗരത്തെ മൊത്തം വിട്ടിട്ടല്ലേ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വന്നത്? അതും ഇട്ടിട്ട് പോയതല്ലേ? അതുമല്ല, അത് പാർട്ടി പറയുന്നത് എല്ലാ കാലത്തും അനുസരിക്കുന്ന ഒരാളാണ് ശ്രീ കെ മുരളീധരൻ സാർ. അപ്പൊ അദ്ദേഹം അവർ പാർട്ടിയെ അനുസരിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അത് ഇട്ടിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് വടകരയിൽ പോയപ്പോഴും ഈ വട്ടിയൂർക്കാവിലുള്ള ജനങ്ങളെ എന്ത് കാര്യത്തിനും എന്താവശ്യത്തിനും സാർ വരികയും സാറിനെ കാണാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ശരിക്കും റിസ്ക് അല്ല അദ്ദേഹം ഇപ്പൊ ഏറ്റെടുക്കുക. കാരണം ഒരു സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കാനുള്ള ധൈര്യം എന്താണ് അദ്ദേഹത്തിന്റെ ആ ധൈര്യം? കാരണം അദ്ദേഹം ഈ വട്ടിയൂർക്കാവിലെ ജനങ്ങളെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും വട്ടിയൂർക്കാവ് ജനങ്ങൾ അവരെ നെഞ്ചോട് ചേർക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. ആ വിശ്വാസം ജനങ്ങൾ തിരിച്ചും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അത് 100% ജനങ്ങൾ ഈ ഇലക്ഷന് കാണിക്കും. 9-ാം തീയതിയിലുള്ള തിരഞ്ഞെടുപ്പിൽ സാറിന് വൻപിച്ച ഭൂരിപക്ഷം തന്നെ എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം തന്നെയാണ് സാർ ഇവിടെ മത്സരിക്കുന്നത്. അതാണ് എന്തായാലും ആ ഒരു സാഹചര്യമാണുള്ളത്. ഈ വട്ടിയൂർക്കാവിന്റെ പൊതുരാഷ്ട്രീയം പറയുമ്പോൾ നമുക്കറിയാം, ത്രികോണ പോരാട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇടമായി അറിയപ്പെട്ട സ്ഥലം വട്ടിയൂർക്കാവാണ്. അതിനുശേഷമാണ് മറ്റ് മണ്ഡലങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് വരുന്നത്. ഈ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ LDFന്റെ ആയാലും UDFന്റെ ആയാലും BJPയിലായാലും വിജയം നിശ്ചയിക്കുന്നതിൽ 3ാമത്തെ കക്ഷി പിടിക്കുന്ന വോട്ട് എത്ര ശതമാനം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പം വി കെ പ്രശാന്തിന്റെ വിജയത്തിന് BJP എത്ര വോട്ട് പിടിക്കും എന്ന ഒരു കണക്കെടുക്കേണ്ട സാഹചര്യം കൂടി യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലേ? തീർച്ചയായിട്ടും ഇപ്പോ BJPയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. തീർച്ചയായിട്ടും അവർക്ക് വർഗീയ രാഷ്ട്രീയം എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തും. അപ്പോ കേരള സ്റ്റോറി പോലെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് വോട്ട് പിടിക്കാൻ പോകുന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനെ തീർച്ചയായിട്ടും ജനങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും കൃത്യമായിട്ട് പ്രതിഫലിക്കും. വി കെ പ്രശാന്ത്
വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി, കുറഞ്ഞ ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയെങ്കിലും വി കെ പ്രശാന്ത്. നിങ്ങൾ വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ പ്രകടനം മികച്ച, ഇതെല്ലാം നിങ്ങൾ പ്രശാന്ത് ഫാൻസ് ആണ് ഇവിടെയുള്ളവരെല്ലാവരും. അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ നിലവിലുള്ള MLAക്ക് എത്ര വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കാറുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടെങ്കിൽ അതുകൂടി പ്രതിഫലിക്കുന്നതാവില്ലേ തെരഞ്ഞെടുപ്പ്? അത് ഇവിടുത്തെ ഇടതുമുന്നണിയുടെ സാധ്യതയൊക്കെ ബാധിക്കില്ലേ? സർക്കാരിനെ വിലയിരുത്തുന്നത് സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ വിലയിരുത്തുന്നത് ഈ പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഈ മറ്റ് വിവാദങ്ങളെല്ലാം കുറെ മാധ്യമങ്ങളും അതുപോലുള്ള ആളുകൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ UDF ആയാലും BJP ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിവാദങ്ങൾക്കകത്തുള്ളൂ. അല്ലാതെ പൊതുവിൽ സർക്കാരിനെതിരായ ഒരു വികാരവും നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് ചെയ്തൊരു സർക്കാരാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെയും ചർച്ചയാകുന്നത് വികസനമാണ്, വട്ടിയൂർക്കാവിലും ചർച്ചയാകുന്നത് വികസനമാണ്. ആ വികസനം തന്നെ ആയിരിക്കും പൊതുവിൽ. 4 സീറ്റിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വാർഡുകളിലും 4 സീറ്റിൽ LDF ഒതുങ്ങിപ്പോയത് ഒരു സർക്കാർ പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അവമതിപ്പില്ല, എന്തുകൊണ്ട് 4 വാർഡ് ഒതുങ്ങിപ്പോയി? അത് ഈ 4 വാർഡ് പൊതുവെ ഉള്ള മറ്റ് വാർഡുകളെല്ലാം ഈ BJP പിടിച്ച വാർഡുകൾ പരിശോധിച്ചാലും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു വട്ടിയൂർക്കാവിൽ 4 വാർഡുകളിലേക്ക് ഒതുങ്ങാനുണ്ടായ സാഹചര്യം. നിങ്ങൾ വട്ടിയൂർക്കാവിൽ തൊട്ടടുത്ത് നമ്മുടെ അയൽവക്കത്തുള്ള കേശവാസുരം വാർഡ് പരിശോധിച്ച് നോക്കിയാൽ മതി. BJP പിടിച്ചത് 1000-ൽ താഴെ വോട്ടാണ്. BJPക്ക് വലിയ ശക്തിയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. BJP 1000-ൽ താഴെ വോട്ട് പിടിച്ച സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് ജയിച്ചത്. തിരിച്ച് കോൺഗ്രസ് അതേപോലെ കുറച്ച് വോട്ട് പിടിച്ചെടുത്താണ് BJP ജയിച്ചത്. അത് മാത്രം പരിശോധിച്ചാൽ വയ്ക്കാതെ നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മൾ പട്ടം നിവാസികളാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ 2 പ്രളയത്തിൽ ഈ മുറിഞ്ഞപാലം മുതൽ കണ്ണമ്മൂല വരെയുള്ള വീട്ടിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു. ഇപ്പൊ തുടർച്ചയായി മഴ പെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് നടന്നുപോയി നോക്കിയാൽ ഉള്ളൂർ തോടിന്റെ ശുചീകരണവും നവീകരണവും കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മളെല്ലാവരും. ഈ പ്രദേശത്ത് വലിയ പ്രതിസന്ധിയായിരുന്നു 50 കൊല്ലത്തോളമായ ഡ്രെയിനേജിന്റെ ഇഷ്യൂ. കണ്ണമ്മൂല മുതൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, കണ്ണമ്മൂല മുതൽ അങ്ങോട്ടുള്ള ഈ മുറിഞ്ഞപാലം മുതൽ അങ്ങോട്ടുള്ള ഡ്രെയിനേജ് ഇഷ്യൂ അത് പരിഹരിക്കാൻ MLAക്ക് കഴിഞ്ഞു. MLA കൌൺസിലർ മേയർ സ്ഥാനത്തിൽ നിന്ന് ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കൊടുത്ത 2 ഡിമാൻഡുകളായിരുന്നു നമ്മുടെ പ്രദേശത്ത്. ആ 2 ഡിമാൻഡുകളും ഏറ്റവും നന്നായി നിറവേറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അത് ശരിയല്ലേ? കാരണം ഒരു MLA വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടില്ലേ? MLA മികച്ച പെർഫോമൻസ് ആയിരുന്നില്ലേ ഇവിടെ? പിന്നെ ആക്കുളം ബ്രിഡ്ജ്, കണ്ണാടിപ്പാലം, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ഡലത്തിലെ അല്ല, മണ്ഡലത്തിലെ കാര്യമാണോ? അല്ലല്ലോ. ശരി, ഓക്കെ. മണ്ഡലത്തിലുള്ളതല്ലേ? പിന്നെ എനിക്കൊരു കാര്യം അവരോട് ചോദിക്കാനുള്ളത്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ MLA ചെയ്തതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാമോ? പിന്നെ മുരളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് വികസനം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. ഫ്ലെക്സിലല്ല, നമുക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. നമുക്ക് അതാണ് നമ്മുടെ കോൺഫിഡന്റ് എന്ന് പറയുന്നത്. തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്ന വികസനങ്ങളാണ് സാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും വന്നാൽ സാർ ഇതിനേക്കാളും നല്ല വികസനം കാണും. വട്ടിയൂർക്കാവിന്റെ അവസ്ഥ എന്താ? പൊളിച്ചിടുക എന്നതാണോ വികസനം? ഒരിടത്ത് ഇടിച്ചു പൊളിക്കുക എന്ന് മാത്രമാണോ? പൊളിച്ചിടുകയാണോ വികസനമെങ്കിൽ കൊണ്ടിട്ട് പൊളിച്ചിടാമല്ല. പക്ഷെ അത് പറയട്ടെ ചേട്ടാ, പിന്നെ ഇടിച്ചു പൊളിച്ചിടുന്നതാണോ വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഈ 8 വർഷം പോരെ ഒരാൾക്ക് ഈ വികസനം ഒന്ന് നേരെയാക്കി എടുക്കാൻ? 8 വർഷം കൊണ്ട് ചെയ്യാത്ത എന്താണ് ഇനി വന്ന ചെയ്യാൻ പോകുന്നത്? ഏതാണെന്നൊന്ന് കാണിച്ചു തരാം. അല്ല അവര് ചോദിക്കുന്നേ അത് ചന്ദ്രശേഖരൻ പാലം ഇതെല്ലാം മുരളിക്കാരനെതിരായിരുന്നു. അതിനുശേഷം അതല്ല മരുതകുഴി പാലം കുണ്ടമക്കുട പാലം അതെല്ലാം മുരളീധരൻ കൊണ്ടുവന്നാണ്. അല്ല അവിടെ ഒരു ചോദ്യം, നിങ്ങളുടെ കാര്യം തന്നെ ചോദിക്കും. അങ്ങനെ ഒരു കാര്യമുള്ളത് ഇതൊക്കെ പറയുമ്പോഴും ഈ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ പ്രശാന്ത് ഉള്ള സ്ഥലത്തുമാണ് കോർപ്പറേഷനിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. അതിന്റെ കാരണം പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എന്തോ ഒരു ജനവികാരം ഈ പ്രശാന്തിനെതിരെയും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതല്ലേ ആ തെളിവ്? അവിടെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗത്താണ് ഇപ്രാവശ്യം കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ സീറ്റുകളെല്ലാം, കുറച്ച് സീറ്റുകൾ അവർക്ക് ലഭ്യമായത്. അല്ലാതെ നഗരസഭയിൽ അവർക്ക് പണ്ട് 35 സീറ്റ് ഉണ്ടായിരുന്നതാണ്. നേരിയ വർധനവല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇപ്രാവശ്യം സീറ്റ് പിടിക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അത് UDFും
അതായത് UDF-ഉം BJP-യും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇനി ഉണ്ടാവില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി ഉണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഒത്തുകളി അവർ തമ്മിലുണ്ടാകും. പ്രശാന്ത് ഇപ്പൊ തന്നെ ഒരു ആരോപണം വന്നല്ലോ, കോൺഗ്രസ് തന്നെ പറയുമല്ലേ BJP കൌൺസിലർമാര് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് രാത്രി കോൺഗ്രസുകാരും പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്ന VK പ്രശാന്ത്. അതിൽ കോൺഗ്രസും BJP-യും രഹസ്യമായിട്ട് ഞങ്ങളെ സഹായിക്കും. ഡീലാണോ? നല്ലൊരു കോൺഗ്രസ്സുകാർ ഒരിക്കലും നിങ്ങളെ സഹായിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർക്കുന്ന ഒരു കോൺഗ്രസ്സുകാർ പോലും CPM-നെയോ BJP-യോ സഹായിക്കില്ല. പിന്നെ ഡീലെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസിന് കിട്ടിയ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇപ്പൊ സീറ്റ് കൂടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യുമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റ് കുറഞ്ഞു. അപ്പൊ ആരാണ് BJP-യെ ഡീൽ ചെയ്യുന്നത്? അതായത് കോൺഗ്രസിന്റെ സീറ്റ് കൂടി BJP-യുടെ കൂടി കുറഞ്ഞത് CPM-ന്റെ. അപ്പൊ ഡീലാവുന്നത് ഇടതുപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തൊട്ടടുത്ത വാർഡായ കേശവസര വാർഡ് പരിശോധിക്കാം, മുട്ടട വാർഡ് പരിശോധിക്കാം. തൊട്ടടുത്താണ്, അയൽപക്കത്തുള്ള 2 വാർഡുകളാണ്. രണ്ട് വാർഡുകളിലും 900-ൽ താഴെ 1000-ൽ താഴെ വോട്ടാണ് BJP-ക്ക് കിട്ടിയിരിക്കുന്നത്. ആ 2 വാർഡ് കൃത്യമായിട്ട് കോൺഗ്രസ് ജയിച്ചു. അതുപോലെയാണ് കോൺഗ്രസിന്റെ എല്ലാ വിജയങ്ങളും. എനിക്ക് ഒരു കാര്യം കൂടി മുരളീധരനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുരളീധരന്റെ സ്വന്തം നാടെന്നാണ് പറയണത്. പക്ഷെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മുരളീധരൻ ഇല്ലാത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ടോ? അത് ഒരിക്കൽ വട്ടിയൂർക്കാവിൽ 2 പ്രാവശ്യം മത്സരിക്കുന്നു, അവിടെ നിന്ന് നേരെ വടകര പോകുന്നു, അവിടെ നിന്ന് നേരെ തിരിച്ച് നേമത്ത് വരുന്നു, നേമത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂർ പോകുന്നു, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് വട്ടിയൂർക്കാവ്. സ്ഥാനാർത്ഥികളെ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിടാം. ആരും ഇല്ലാത്തതുകൊണ്ടാണോ എല്ലായിടത്തും കഴിവുള്ള അല്ല ഈ കോർപ്പറേഷനിൽ കൂടി മത്സരിക്കും. അല്ല ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ വട്ടിയൂർക്കാവിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമോ? അതിന് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 9 സീറ്റ് വിരുദ്ധ വികാരമൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് സ്വയം സ്വർണം കെട്ടത് ആരാണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. സ്വർണം കെട്ടത് പിന്നെ ഈ ആശുപത്രി ആരോഗ്യ മേഖല ICയിലാണ്, വെന്റിലേറ്റർ ഇപ്പൊ മോർച്ചറിയിലാണ്. ICയിൽ തീ പിടിച്ച് 5 പേരാണ് മരിച്ചത്. എന്നിട്ട് ഇവർ ഇത് ഒളിച്ചു വെച്ചിട്ട് ഇവർ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു കുഴപ്പമില്ല, ICയിൽ തീ പിടിച്ചു, അത് കഴിഞ്ഞ ഉടനെ അവിടെ 5 പേര് മരിച്ചു. ഇതൊക്കെ ഇവരുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആയതുകൊണ്ടാണ്. ഇവർ നിങ്ങൾ അവിടെ തീ പിടിപ്പിക്കണം, ജനങ്ങളെ കൊല്ലണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞോ? ഇല്ലല്ലോ, യാദൃശ്ചികമായി അവിടെ തീ പിടിച്ചല്ലേ. അതിന് പാർട്ടിക്കാരെ സഹായിച്ചിട്ട് ഒരാവശ്യമില്ല. എന്താ നിങ്ങൾ വഴിക്ക് പകുതി പഴിയിലിട്ടിട്ട് പോയില്ലേ നിങ്ങളെ MLA? അപ്പോഴൊക്കെ ഈ നാട് ഇങ്ങനെ ആയിരുന്നോ? ഒരു മനുഷ്യൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്ന് കയറിക്കിടക്കാൻ ഇല്ലാതെ ഇരുന്ന ആൾക്കാർക്ക് എത്രയോ പേർക്ക് കയറിക്കിടക്കണം, പട്ടയം ഇല്ലാതിരുന്ന എന്റെ അനുഭവമാണ്. 40 വർഷം കൊണ്ട് പട്ടയം കിട്ടാതിരുന്ന സ്ഥലത്ത് ഇന്ന് ഞങ്ങൾക്ക് 22 പേർക്ക് ഒരു കുളംപുറം പോക്കിൽ പട്ടയം കിട്ടിയത് ഞങ്ങളുടെ VK പ്രശാന്ത് സഖാവ് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ കേശവദാസപുര റോഡ്, അവിടെ ശുചിമുറി, മുലയൂട്ടൽ റൂം, ഇതൊക്കെ ആര് ചെയ്തത്? നിങ്ങള് മുരളീധരൻ എന്ന് എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഈ ശബരിമല ഈ ശബരിമല സ്വർണ്ണമോഷണം ഈ വിഷയമൊക്കെ ഇവിടെ പ്രതിഫലിക്കില്ലേ? അതിന്റെ ഒരു ഞങ്ങൾ ജയിച്ചില്ലേ? സ്വർണ്ണക്കൊള്ള സ്വപ്നയുടെ പേരിൽ വന്ന് ഞങ്ങൾ ഇത്രയും സീറ്റ് വാങ്ങിച്ച് ഇവിടെ ജയിച്ചില്ലേ? അതുപോലെ ഇപ്രാവശ്യം ഞങ്ങൾ മുന്നേറിപ്പോവും. സ്വർണം കട്ടുകൊണ്ട് പോയത് ആരൊക്കെയാണ്? കോൺഗ്രസുകാരാണ്. എന്നിട്ട് നമ്മളെ പറയാനതിന്റെ ആവശ്യം എന്താണ്? ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന ജോലിയാണ്. ഞങ്ങൾ 500 രൂപ വാങ്ങിച്ചിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഹെവി കൊടുത്തിട്ടാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. രാവിലെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരെയും പുറത്താക്കാനുള്ള കഴിവുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? നിങ്ങൾ ഈ തെറ്റ് ചെയ്തവരെ പുറത്താക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? കൊണ്ടുപോയി ഞങ്ങൾ പുറത്താക്കി തരാം. നിങ്ങളെ ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങൾ പുറത്താക്കി തരാം. സ്വാമിയാക്ക് പ്ലേസിലേക്ക് ഇട്ട് കൊടുത്തത് ആര്? നിങ്ങളെ ആൾക്കാര്. നിങ്ങളെ ആൾക്കാരല്ല, ഞങ്ങളെ ആൾക്കാർ പോയില്ല. നിങ്ങളെ ആൾക്കാരൊന്നും പോയിട്ടില്ല. ശരിയല്ലേ? അത് ശരിയല്ലേ? ഒരാൾക്കൊരു പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ആർക്ക് കൊടുത്തേ? 18 മാസം മുടക്കി പാവപ്പെട്ടവന്റെ ചോറ്റിൽ വെച്ച് മണ്ണ് വരിയിട്ട്.
ഇനി അവര് അല്ല അതിന് മുകളിലാണ് KSRTC ബസ്സിൽ സൗജന്യമായി യാത്രയാണ് ഓഫർ. അവർ ചെയ്യും. ഓഫറുണ്ട്. ചെയ്യും. അവരിപ്പോ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ അപ്പുറത്തോട്ട് ഓടിവിടുന്ന് കളഞ്ഞിട്ട് പാവപ്പെട്ടവനെ കുഴിയിലാക്കിയിട്ട് എന്തിന് ഇവർക്കൊരു ഭരണം? ഞങ്ങളെ ഭരണം മതി ഞങ്ങൾക്ക്. ഞങ്ങളിന്ന് ധാരാളം നല്ല അരി വാങ്ങിച്ച് ചോറ് കഴിക്കണം. 1 രൂപ റേഷൻ അരിക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല. റേഷൻ അരിക്ക് പൈസ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ വീട്ടിൽ എനിക്ക് വെള്ള കാർഡായിരുന്നു. ഞങ്ങൾക്കൊന്ന് VKPയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് റോസ് കാർഡ് അർഹതയുള്ളവനെ വാങ്ങുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ചിട്ട് നാട് മുടിക്കാൻ നോക്കിയാൽ ഒരിക്കലും മുടിയില്ല. ഞങ്ങൾ തന്നെയായിരിക്കും ഇവിടെ അല്ല നിങ്ങളെ ഇത് വലിയൊരു ആരോപണമുള്ളത്. നിങ്ങള് BJPയും നിങ്ങളും തമ്മിൽ ഇവിടെ ഒരു ഡീൽ ഒരുക്കുകയാണ്. നിയമത്ത് നേരെ തിരിച്ചൊരു ഡീലുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഒത്തുകളിയിലാണോ നിങ്ങൾ ഇവിടെ പ്രശാന്തിനെ ജയിപ്പിക്കുന്നത്? പരാജയം ഉറപ്പായ സ്ഥിതിക്ക് ആരോപണം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഇവരെല്ലാ കാര്യത്തിലും നുണയാണ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളത്. 4500 വീട് 4,80,000 വീടാക്കി മാറ്റിയവരാണ്. ഇവിടെ ആകെ ലൈഫ് മിഷനിൽ കൊടുത്ത വീട് നുണ മാത്രം പ്രേരിപ്പിക്കുള്ളൂ. അതിന്റെ ഭാഗമല്ലാതെ ഇവിടെ യാതൊരു ഡീലും എന്ന് മാത്രമല്ല ശരിക്കും മുരളീധരനും BJP ആയിട്ടാണ് ഡീൽ. ആ ഡീല് പുറത്തു വരാതിരിക്കാൻ മുരളീധരൻ തന്നെയാണ് ആവർത്തിച്ച് അവർ ഡീൽ പറയുന്നത്. അത് തന്നെ കൃത്യമായി കൂടാതെയുള്ള ലക്ഷ്യം. ഫുഡ് കഴിക്കാൻ തരുമോന്ന് ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളുടെ വീട്ടില് കഞ്ഞി കുടിച്ചിട്ടാ രാവിലെ ഇറങ്ങണ പ്രവർത്തനത്തിന്. ഇത്രയും സമയം ഞങ്ങൾ പ്രവർത്തനം ചെയ്തിട്ട് ഇങ്ങോട്ട്. അതെ ഈ ശരിക്കുമേ ഈ രാഷ്ട്രീയം പറയാതെ ഒരു ഡീല് നടത്തിയാണോ ജയിക്കാൻ നോക്കുന്നത്? അങ്ങനെ ഒരു ആരോപണം ശരിയാണ്. ഞങ്ങൾ വികസനം പറഞ്ഞു തന്നെയാണ് മത്സരിക്കാൻ വരുന്നത്. കോൺഗ്രസിൽ പോയ ഒരു നേതാവ് തന്നെയാണ് പറഞ്ഞത് ഈ വട്ടിയൂർക്കാവും മരിവിക്കരയും തമ്മിൽ ഡീലുണ്ടെന്ന്. നുസൂറിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ പരിശോധിച്ചറിയാം എന്നും അവരുടെ നേട്ടങ്ങൾക്കല്ലാതെ പാർട്ടിക്ക് വേണ്ടി ഉപകാരമുള്ള ഒരു കാര്യവും നുസൂർ പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നുസൂർ പോയല്ലോ. അപ്പൊ ആ ഡീലും കൊണ്ട് നുസൂർ പോയല്ലോ. പിന്നെ ഇവിടെ എന്താണ് അത് ഒരിക്കലും ഉണ്ടാവില്ല. മുരളി സാർ അങ്ങനെ ഒരു ഡീല് കൊടുക്കുന്ന ഡീലിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളല്ല. വ്യക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് മുരളി സാറ്. അദ്ദേഹത്തിന് ഡീലിന്റെ ആവശ്യമില്ല. അവര് ഞാൻ ഇവിടെ ഗൗരീശപ്പെട്ടത്ത് ഞാനൊരു ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന പേരില് എന്റെ വീട്ടിൽ വന്ന് റോഡ് പൈപ്പിലെ വെള്ളത്തിനെ കുടിവെള്ളം മുട്ടിച്ചതാണ് എവരെ കോൺഗ്രസിലെ പട്ടത്തുള്ള കൌൺസിലർ. ഞാൻ പത്രത്തിൽ കൊടുത്തു, എല്ലാം ചെയ്തു. എന്തുകൊണ്ട് നല്ല കൌൺസിലർ ആണെങ്കിൽ ചെയ്യോ? കുടിവെള്ളം മുട്ടിക്കോ? എവര് പിന്നെ എന്തോന്ന് ചെയ്യാതിരിക്കുന്നത്? BJP എങ്ങനെ വോട്ട് പിടിക്കുന്നവർ ഇവരുടെ അതാണ് അതുവരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അറിയേണ്ട കാര്യവും അതാണ്. BJP ഇവിടെ VK പ്രശാന്തിനും മുരളീധരനും ആരാധകരുണ്ട്. എന്തായാലും BJP ഈ മണ്ഡലത്തിൽ എന്ത് വോട്ട് പിടിക്കുന്നു വലിയ ഫാക്ടറാണ്. നമ്മൾ ഈ VKPയുടെ സാധ്യതകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ BJP RCയിലേക്ക് പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഇക്കാര്യത്തിൽ നിർണായകമില്ല. കാരണം ഒരു 2 തെരഞ്ഞെടുപ്പിനപ്പുറം LDF ഇവിടെ ഈ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തിരുന്ന ഒരു മണ്ഡലമാണെന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ BJP ഒരു വലിയ ഫാക്ടറല്ലേ ഇവിടെ? ഇപ്പോ BJP കഴിഞ്ഞ തൊട്ടടുത്ത മണ്ഡലം മാത്രം എടുത്താൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം ഭരണത്തിൽ ഇരുന്നിട്ട് കേന്ദ്രമന്ത്രി വരെയായ BJPയുടെ നേതാക്കളുണ്ട്. അവർ എന്താണ് ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? അത് അവർ പറഞ്ഞാൽ മതി. 5 വർഷം കൊണ്ട് അവർക്ക് ഒന്നും ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ MP ആയിട്ട് തൃശ്ശൂർ എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ഒരു സഹായം, കേരളത്തിന് ഒരു സാമ്പത്തികമായിട്ട്, അതായത് ഈ നടന്ന മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് കിട്ടാത്ത പൈസയെക്കുറിച്ച് അറിയാമല്ലോ. കേന്ദ്രത്തിന്റെ പുറകെ ഇപ്പൊ സുപ്രീം കോടതി കേസ് നടക്കുകയാണ് സാമ്പത്തികമായിട്ട് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നുള്ള ഇതിന്റെ പേരിൽ. തൊട്ടടുത്ത ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിമാർ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ മന്ത്രിമാരും MPമാരും എന്തെങ്കിലും കേരളത്തിന് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മാതൃകയാക്കിയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സഹായം ഇന്ന് വരെ കേരളത്തിന് BJP ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ BJPയെ തള്ളിക്കളയും. കാര്യം കേരള ജനതകളുടെ ആവശ്യങ്ങൾക്ക് BJP കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് എവിടേക്ക് പോകുന്നു നോക്കണ്ടേ? അതാണ് ഇപ്പൊ ഡീലിന്റെ കാര്യത്തിൽ പറയുന്നത്. അതല്ല, അത് വികസന പ്രവർത്തനത്തുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഡീലെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ ഈ ഡീല്. കാര്യം കോൺഗ്രസ് ആണ് ചരിത്രപരമായിട്ട് BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ തലേക്കൂടെ മുണ്ടിട്ട് RSS കേന്ദ്രങ്ങളിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു, മരിച്ചുപോയ കാലഘട്ടങ്ങളായിട്ട്. ഇതിനു മുമ്പ് ഇത് തന്നെയാണ് നമ്മൾ സവർക്കറിന്റെ മുമ്പിലും മറ്റിടത്തും പഴത്തിന് മുമ്പിൽ പോയി വിളക്ക് വെച്ചിരിക്കുന്ന സാഹചര്യം. അത് കോൺഗ്രസും BJPയും തമ്മിൽ തീരുമാനിക്കും. ജി സുധാകരനെ പോലെയുള്ള CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസുകാരനായി മത്സരിക്കുന്ന കാലമാണ്.
അപ്പം അത് ആലപ്പുഴ സംഭവമാണ്, അമ്പലപ്പുഴ മണ്ഡലത്തിലാണെങ്കിൽ കൂടിയും അതിവിടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും, അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഇവരുടെ കുറെ കാര്യങ്ങള് സുധാകരൻ സാർ പറഞ്ഞത് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉപകാരമായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. യെസ്, അതാണ് സാഹചര്യം. യെസ്, ആയിരുന്ന സമയത്ത് മുരളീധരൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതും ഞങ്ങൾക്ക് ഗുണമായി വരുമല്ലോ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കള്ളനെന്നും കള്ള് കച്ചവടക്കാരെന്നും മുദ്രാവാക്യം പറഞ്ഞ ആള് നമുക്ക് ഉപകാരപ്പെടണ്ടേ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ മദ്യമാഫിയയുടെ നേതാവാണ് എന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് തിരുത്താനുണ്ടോ? ഇപ്പൊ നിങ്ങൾ തിരുത്താനുണ്ടോ? ഇപ്പൊ ഈ മുരളീധരൻ തിരുത്തുന്നുണ്ടോ? നിങ്ങളെ മുരളീധരനാ പറഞ്ഞത്. നിങ്ങളെ വെളിയിൽ പോയ മുരളീധരനാണ്. അവരിപ്പോ കോൺഗ്രസുകാരായിട്ടല്ല മത്സരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ലോ. കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ട് മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയല്ലേ? അപ്പൊ അന്ന് കോൺഗ്രസിനെ കുറിച്ച് തള്ളി പറഞ്ഞതൊക്കെ മാഞ്ഞു പോകും. നമ്മൾ പറഞ്ഞ ആരും കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ആരും മത്സരിക്കുന്നില്ലല്ലോ. ജി സുധാകരൻ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇപ്പൊ വേറെ ആരും പണ്ട് ജി സുധാകരൻ പറഞ്ഞൊക്കെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പണ്ട് ജി സുധാകരനെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ പണ്ട് ജി സുധാകരനെ അംഗീകരിച്ചിട്ടുണ്ടോ? ജി സുധാകരനായിരുന്നു ജി സുധാകരനായിരുന്നു നല്ല നേതാവ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ ആളല്ലേ മുരളീധരൻ? മുരളീധരനെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ മുരളീധരനെ കോൺഗ്രസുകാർ എങ്ങനെ അംഗീകരിക്കും? കോൺഗ്രസുകാർ അവർക്ക് വോട്ട് ചെയ്യും. അതല്ലേ ആദ്യം പറയല്ലേ? നിങ്ങൾ ഇന്ന് വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ജി സുധാകരൻ വന്നിട്ട് ജി സുധാകരൻ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വട്ടിയൂർക്കാവ് പറയുന്ന രാഷ്ട്രീയം അത് ഈ മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ല. ഇവിടുത്തെ പൊതുവായ വികസന വിഷയങ്ങളുണ്ട്, അവകാശവാദങ്ങളും തിരിച്ചാരോപണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ എല്ലാ പ്രതിഫലനവും ഇവിടെയുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയം വലിയ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ്. ഈ ഒരു ചെറിയ ആൾക്കൂട്ടം തന്നെ അതൊരു തെളിവാണ്. മുൻകാലങ്ങളിലെ ബന്ധങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഓരോ വിഷയവും വട്ടിയൂർക്കാവും ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ് തന്നെയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, വട്ടിയൂർക്കാവ് ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി പോര് മൂർച്ഛിക്കുമെന്ന് ഉറപ്പാണ്. വി കെ പ്രശാന്തിനെ അനുകൂലിക്കുന്ന ഇടതു കേന്ദ്രങ്ങൾക്ക് മറുപടിയുമായി ഇവിടെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് UDF ക്യാമ്പുമുണ്ട്. ഒപ്പം BJPയും കളം നിറഞ്ഞ് സജീവമാണ്. അപ്പോൾ ആര് പിടിക്കുന്ന ഓരോ നീക്കങ്ങളും ഈ ജയപരാജയങ്ങളിൽ അതിസങ്കീർണമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, വട്ടിയൂർക്കാവ് പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിലെ ഈ പൂർണ്ണമായും നഗര കേന്ദ്രീകൃത മണ്ഡലം എന്തു പറയുമെന്ന്. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കാണാം. നന്ദി, നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.